ഹലോ, നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളുള്ളത് കുമരകത്താണ്. ഇത് തറവാട് എന്ന് പറയുന്ന ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്നതാണ് ഇവിടെ. കുമരകത്ത് നല്ല നാടൻ കള്ളും നല്ല സീ ഫുഡും കിട്ടുന്ന കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അങ്ങനെ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ. ഇവിടെ കുറേ റൂംസും ഹട്ട്സൊക്കെ ആയിട്ട് പ്രൈവറ്റ് ഡൈനിങ് ഏരിയാസ് ആണ് വരുന്നത്. അപ്പോൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല മീൻകറിയും ചെമ്മീൻ റോസ്റ്റും കപ്പയിലും നമ്മൾ ഊണ് സ്റ്റാർട്ട് ചെയ്തു. അവരുടെ മെനുവിലുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. നല്ല പോർക്കും ഇലയിലൊക്കെ പൊള്ളിച്ചിട്ട് നല്ല കരിമീനും ഒരു കരിമീൻ ഫ്രൈയും ഒക്കെ കൂടി ഒരു പിടിപിടിച്ചപ്പോൾ ഊണ് ഉഷാറായി. നമ്മൾ 12 പേരുണ്ടായിരുന്നു. ടോട്ടൽ ബില്ല് വന്നത് 5015 ആണ്. അങ്ങനെ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ആബാദ് വിസ്പറിംഗ് പാം റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി. ചെക്ക് ഇൻ ടൈമിൽ 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് നമ്മൾ എത്തിയത്. എന്നിട്ടും ഇവിടെ റൂംസ് ഒന്നും റെഡി ആയിരുന്നില്ല. നമ്മളപ്പം റിസപ്ഷൻ ഏരിയയിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ റൂം. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മൾ 6 റൂംസാണ് എടുത്തത്. 6 റൂംസിനും കോമൺ ബാക്ക് യാർഡാണ് വരുന്നത്. റിസോർട്ട് കുറച്ച് പഴയതാണെങ്കിലും മെയിൻറ്റെയിൻഡ് ആണ് ബാത്റൂമും റൂംസൊക്കെ. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് റിസോർട്ടിൻ്റെ പരിസരമൊക്കെ കാണാമെന്ന് വിചാരിച്ചിറങ്ങി. കൂട്ടത്തിൽ പൂളിലും ചാടാം. ഡിന്നർ കഴിക്കാനായി നമ്മൾ തൊട്ടടുത്തുള്ള കോട്ടയം ക്ലബിലാണ് വന്നത്. നല്ല അടിപൊളി ഡിന്നറായിരുന്നു ഇവിടെ. നല്ല ബീഫ് ഓംലെറ്റും ഫിഷ് ഫ്രൈയും കരിമീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ ദിവസത്തെ തീറ്റയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ് ഇവിടെ. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇവിടെ. ഇഡ്ഡലി, പൂരി, ബാജി, നല്ല മിനി ക്രിസ്പി വടാസ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രഷ് ആയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കി തരും. അങ്ങനെ ഇവിടുത്തെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ചെക്കൗട്ട് ചെയ്യേണ്ട ടൈമായി. നല്ലൊരു റിസോർട്ട് തന്നെയായിരുന്നു അത്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ പൂളും പിന്നെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും നല്ലതായിരുന്നു. അങ്ങനെ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ക്ലബിലേക്കാണ് നമ്മൾ അടുത്ത് പോയത്. ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ നമുക്കൊരു 1 hour ബോട്ട് റൈഡിന് അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ നമ്മൾ നമ്മളെ ബോട്ടിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വിശ്വാസം വേണ്ട, കാറ്റ് മതി.
ഇതാണ് നമ്മുടെ ബോട്ട് എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അല്ല. നമ്മുടെ ബോട്ട് ഇതാണ്. സൂപ്പർ അല്ലേ? ഞാൻ കയറിക്കോളാം. Come on, come on. അങ്ങോട്ട് റൈറ്റ്. നമ്മൾ അങ്ങോട്ടാ പോന്നേ. എങ്ങോട്ടാ പോണ്ടേ? ഇങ്ങോട്ടേക്ക്. നല്ല അടിപൊളി ഒരു ബോട്ട് റൈഡ് ആയിരുന്നു. 1 മണിക്കൂർ ശരിക്കും ടൈം പോയത് തന്നെ അറിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ പോകുന്നത് ഏതൊരു ഷോപ്പിലോട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് തിരിച്ച് ഫോർട്ട് കൊച്ചിയിലോട്ട് പോവാണ്. ഫോർട്ട് കൊച്ചിയിലേക്ക് സ്റ്റേ. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു ലഞ്ചൊക്കെ കഴിച്ച് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആലപ്പുഴയിൽ തന്നെയുള്ള ഫേമസ് ആയിട്ടുള്ള മധൂസ് എന്ന് പറഞ്ഞൊരു ഫിഷ് ഫുഡ് റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ ഫുഡിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഇതൊരു മെസ്സ് മാതിരിയാണ്. ഇവിടെ ഊണാണ് മെയിനായിട്ടുള്ളത്. കുറേ ടൈപ്പ് മീനുകളും ഉണ്ട്. അപ്പം പൊരിച്ച മീനാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. എല്ലാം ഫ്രഷായിട്ട് ഉണ്ടാക്കി വെക്കുകയാണ്. മീനിൻ്റെ മുട്ട അങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഉഷാറ് ലഞ്ചായിരുന്നു. നല്ല മീൻകറിയും ചോറും മീൻ പൊരിച്ചതൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ച്. എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാളാഞ്ചി പറഞ്ഞ മീനാണ്. അത് അടിപൊളിയായിരുന്നു. എന്തായാലും നിങ്ങൾ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ കുമരകത്ത് നിന്ന് നമ്മൾ അടുത്ത ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്, കൊച്ചി. അപ്പം നമ്മൾ കൊച്ചിയിൽ നിൽക്കാൻ പോകുന്നത് ബോൾഗാട്ടി പാലസിലാണ്. ബോൾഗാട്ടി പാലസ് KDTCൻ്റെ ആണ് ഇപ്പം, അതായത് ഗവൺമെൻറ് ഏറ്റെടുത്തതാണ്. ഇവിടെ ഡയറക്റ്റ് വിളിച്ചപ്പം ഓൺലൈൻ പ്രൈസിനെക്കാട്ടും ചെറിയ റേറ്റിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റി. അപ്പം ഡയറക്റ്റ് വിളിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇവിടുത്തെ റൂമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കയറിയ പാടെ ഒരു നല്ല വൃത്തികെട്ട സ്മെല്ലുണ്ട്. പിന്നെ റൂംസൊക്കെ നല്ല നീറ്റാണ്. പക്ഷെ കുറച്ചും കൂടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യായിരുന്നു. കാരണം ഈ സ്മെല്ലും പിന്നെ റൂം നല്ല പഴക്കം തോന്നുന്നുണ്ട്. അങ്ങനെ റിസോർട്ടിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് പൂളിൻ്റെ ഭാഗത്തോട്ടാണ്. പൂള് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം കഴിഞ്ഞ മഴയിൽ ഇങ്ങനെ ആയതാണെന്നാണ് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ പറയുന്നത്. ഒരു മഴ പെയ്താൽ കൊള്ളാവുന്ന പൂളാണ്. അപ്പോൾ നിങ്ങൾക്ക് പൂളിലൊക്കെ നീന്താനായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാൽ. ഈ കൊട്ടാരം നിങ്ങൾ കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനിത് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. മൈ ബോസ് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കാണാൻ പറ്റുന്നൊരു കൊട്ടാരമാണിത്.
ഇത് ബോൾഗാട്ടി പാലസിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ 4 റൂംസും ഉണ്ട്. ഇപ്പോൾ ഈവനിങ് ആയപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിക്ക് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഫോർട്ട് കൊച്ചി പോകാൻ ബെസ്റ്റ് മാർഗം ജങ്കാറാണ്. അപ്പോൾ നമ്മൾ ജങ്കാറിൽ കയറിയിട്ട് പോവാം. ജങ്കാർ എന്നല്ലെങ്കിൽ ഫെറി എന്നും പറയും ഇതിന്. ഇതേപോലത്തെ മിനി വാൻസ് തൊട്ടിട്ട് വലിയ വലിയ ട്രക്ക് വരെ ഇതിൻ്റെ അതോട്ട് കയറും. നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലെത്താൻ ഈ ഫെറിയാണ് എളുപ്പമുള്ള മാർഗം. ഇല്ലെങ്കിൽ ഇപ്പോൾ ചുറ്റി പോകണം. അപ്പോൾ അതിനും നല്ലത് ഇതിൻ്റെ അകത്തോട്ട് വണ്ടി കയറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് അവിടെ എത്തും. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി എത്തി. ഫോർട്ട് കൊച്ചീൻ്റെ വഴികളിലൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. വെയിലും മഴയും കൂടി എല്ലാം കൂടി ഒരു വ്യത്യസ്തമായൊരു ക്ലൈമറ്റായിരുന്നു. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് ബീച്ചിലോട്ട് കടന്നു. തീരെ വൃത്തിയില്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും സ്ഥലമൊക്കെ നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഭംഗിയുണ്ടാവും. പെട്ടെന്നൊരു മഴ പെയ്തു. അപ്പോൾ എല്ലാവരും ഹോൾസെയിലായിട്ട് കുറച്ച് കുടകളൊക്കെ വാങ്ങിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ബിയിലോട്ട് പോവുകയാണ്. പ്ലാൻ ബി കൊച്ചിയിൽ വന്നൊരു റെസ്റ്റോ ബാറാണ്. ബാംഗ്ലൂരൊക്കെ ഇതിന് കുറേ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ കൊച്ചിയിൽ ഇത് ആദ്യമായിട്ടാണ്. അതാ പ്ലാൻ ബി. ഇവിടെ എല്ലാ ട്യൂസ്ഡേയ്സും ഇവിടുത്തെ ബെസ്റ്റ് ഡിഷായ ഹോട്ട് വിങ്സ് ബൈ 1 get 1 ഫ്രീ ആണ്. നമ്മൾ ഭാഗ്യവശാൽ ട്യൂസ്ഡേ ഇവിടെ തന്നെ ഉണ്ടായി. അതുകൊണ്ട് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. പ്ലാൻ ബി. സത്യം പറഞ്ഞാൽ ഫുഡ് കൊണ്ടുവച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങോട്ട് തിന്നുപോയി. വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. മേലെ കോഡ് ഹൗസ് എന്ന് പറഞ്ഞ കുറച്ച് ഹെറിറ്റേജ് റൂംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓണറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഇതിനെ പറ്റി. बॉलीवुड डायरेक्टर चेतन നാഗേശ്വരൻ ആവശ്യം ഗോർമെന്റ് അങ്ങനത്തെ ഫ്ലൈറ്റിലൊക്കെ നമ്മൾ ആകെ 20,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 15,000 സ്ക്വയർ ഫീറ്റ് കിട്ടില്ല. അപ്പം ഇപ്പം അങ്ങനത്തെ പറ്റും. ആകെ 6 മുറികളുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ചരിത്രം കൊണ്ടുപോകുന്ന അങ്ങനത്തെ വെച്ചു. ഇതൊരു പഴയ ജൂയിഷ് ഫാമിലീൻ്റെ വീടായിരുന്നു. അതിവർ മേടിച്ചിട്ട് ഇപ്പം അവർ ഹോട്ടലായിട്ട് കൊടുക്കുകയാണ്. ഫോർട്ട് കൊച്ചി തന്നെയാണിത് വരുന്നത്. ബീച്ചിലോട്ടൊന്ന് നടന്നു പോകേണ്ട ദൂരം തന്നെയുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്തുള്ള പഴയ ട്രഡീഷണൽ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. കൂടുതൽ മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. ഇത് മൊത്തം ഒരു 15,000 സ്ക്വയർ ഫീറ്റാണ്. അതിൻ്റെ അകത്ത് 20,000 സ്ക്വയർ ഫീറ്റ് വുഡ് തന്നെ വരുന്നുണ്ട്. ഈ വീട്ടിന് കുറേ ചരിത്രമുള്ളതുകൊണ്ട് തന്നെ ഇതിപ്പം നല്ലോണം പോലെ കൊണ്ട് നടക്കുകയാണ്. അതായത് പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ. ഒരു ഫ്ലോറിൽ 2 റൂമാണ് വരുന്നത്. അങ്ങനത്തെ 3 ഫ്ലോറാണ് ഉള്ളത്. ടോട്ടൽ 6 റൂംസേ ഉള്ളൂ. പക്ഷേ ഒരു റൂം തന്നെ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട്. റൂമൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. പിന്നെ ബാത്റൂമും നല്ല വലുപ്പമുണ്ട്. ഒരു ബാത്ടബും പിന്നെ ഷവർ ഏരിയയും സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാ ഫ്ലോറിലും ഇതുപോലെ ലിവിങ് ഏരിയ ഉണ്ട്. കുറച്ച് സോഫാസൊക്കെ ഇട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന. പിന്നെ ഒരു ചെസ്സ് കളിക്കാനുള്ള ചെസ് ബോർഡ് ഉണ്ട്. പിന്നെ കുറേ പഴയ ബുക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയുടെ സ്ട്രീറ്റിലൂടെ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു.
ചെറിയ മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ബൈ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. നമ്മൾ സ്റ്റേ ചെയ്തത് ബോൾഗാട്ടി പാലസിലെ മെറീന വ്യൂ വരുന്ന റൂംസ് ആയിരുന്നു. നല്ല വ്യൂ ആണ് ഇവിടെ. നല്ല സൺറൈസ് ഒക്കെ കാണാൻ പറ്റും രാവിലെ. അപ്പോൾ നമ്മൾ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന്. ഇന്ന് തിരിച്ച് പോവുകയാണ് കോഴിക്കോടോട്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ലുലു മോളിലൊന്ന് കയറി. ഇവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്. നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒരു ചോക്ലേറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. കുറേ ടൈപ്പ് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. കുറച്ച് ഡിസ്കൗണ്ട് റേറ്റ് ചെയ്യുന്നു. അങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടുക്കത്തെ മഴയാണ്. പാലത്തിൻ്റെയൊക്കെ അവസ്ഥ കണ്ടിട്ട് ഫ്രീ വാട്ടർ സർവീസാണ് പാലൊക്കെ തരുന്നത്. അപ്പോൾ ഇനിയും സമയം കിട്ടുമ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വ്ളോഗ്സുകൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായി പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.